നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. രാജ്യത്ത് ഘട്ടങ്ങളായി നടപ്പിലാക്കി വരുന്ന എത്തനോൾ പെട്രോൾ മൈലേജിൽ നേരിയ വ്യത്യാസം നൽകുമെന്നതൊഴിച്ചാൽ വാഹനങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും വരുത്തില്ല എന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. എത്തനോളിൻ്റെ കലോറി മൂല്യം പെട്രോളിനേക്കാൾ കുറവായതിനാൽ അത്തരം നേരിയ വ്യത്യാസം സ്വാഭാവികമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. E20 ഇന്ധനം മൂലം വാഹനങ്ങൾക്ക് വ്യാപകമായി തകരാർ സംഭവിപ്പിക്കുന്നെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞതോടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. ഈ പ്രചാരണം അനാവശ്യമാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പൂനെ ആസ്ഥാനമായുള്ള ARAI, അതായത് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, വിവിധ വാഹന നിർമ്മാതാക്കൾ എന്നിവർ ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്തി അനുമതി നൽകിയ ശേഷമാണ് E20 രാജ്യവ്യാപകമായി അവതരിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കേടുപാടുകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വ്യാജ ഇന്ധനം ഉപയോഗിച്ചതാണ് പലയിടത്തും പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പഴയ മോഡൽ വാഹനങ്ങളിലെ ചില ചെറിയ ഭാഗങ്ങളെ E20 ഇന്ധനം ബാധിച്ചേക്കാമെന്ന ആശങ്ക പരിഹരിക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുമ്പ് മെറ്റൽ വാഷറുകളായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവ റബ്ബർ വാഷറുകളാക്കി മാറ്റിയിട്ടുണ്ട്. സർവീസിങ്ങിന് എത്തുമ്പോൾ ഇത്തരം ഭാഗങ്ങൾ ഉപഭോക്താവിൽ നിന്ന് അധിക പണം ഈടാക്കാതെ സൗജന്യമായി മാറ്റി നൽകാൻ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചു. ഡൽഹി, മുംബൈ പോലുള്ള വൻ നഗരങ്ങളിലെ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ ഗിയർ മാറി മാറി ഓടിക്കുമ്പോൾ മൈലേജിൽ കാര്യമായ വ്യത്യാസം അനുഭവപ്പെടില്ല. എന്നാൽ ഹൈവേകളിൽ ഉയർന്ന വേഗതയിൽ തുടർച്ചയായി ഓടിക്കുമ്പോൾ ചെറിയ വ്യത്യാസം പ്രകടമായേക്കാം. അതേസമയം പൂർണ്ണമായും ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾക്കായി രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മൈലേജ് കുറയില്ലെന്നാണ് ARAIയുടെ റിപ്പോർട്ട്. ടാറ്റ, മഹീന്ദ്ര, ഹ്യുണ്ടായി, ടൊയോട്ട, മാരുതി സുസുക്കി തുടങ്ങിയ മുൻനിര കമ്പനികൾ ഉടൻ തന്നെ ഫ്ലെക്സ് ഫ്യൂവൽ മോഡലുകൾ വിപണിയിലെത്തിക്കും. ലിറ്ററിന് ഏകദേശം 75 രൂപ നിരക്കിൽ എത്തനോൾ ലഭ്യമാകുന്നതോടെ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഇന്ധനം തിരഞ്ഞെടുക്കുവാനുള്ള അവസരവും ഒരുങ്ങും. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. നാളെയും മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് മലയോര മേഖലയിലും വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്. പ്രായമായവർക്ക്, അതായത് മുതിർന്ന പൗരന്മാർക്ക് ഇനി സന്തോഷത്തോടെ പുഞ്ചിരിക്കാം. പുഞ്ചിരിക്കുമ്പോൾ മോണ കാണും എന്നുള്ള ആ ഒരു മടിയുടെ ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് കൃത്രിമ പല്ല് വെച്ച് പിടിപ്പിക്കാൻ ധനസഹായം സർക്കാർ നൽകുന്നുണ്ട്. ബലക്ഷയം വന്ന പല്ലുകൾ നഷ്ടപ്പെടുന്നത് മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ആരോഗ്യപരമായും മാനസികമായും ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് സാമൂഹ്യനീതി വകുപ്പ് ഈ ഒരു മന്ദഹാസം പദ്ധതി ആരംഭിച്ചത്. മന്ദഹാസം പദ്ധതി തിരഞ്ഞെടുത്ത ഡെൻ്റൽ കോളേജുകളിലും ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാക്കും. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പരമാവധി 10,000 രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും. റേഷൻ കാർഡിൻ്റെയോ BPL സർട്ടിഫിക്കറ്റിൻ്റെയോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ പകർപ്പ്, അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിൽ അപേക്ഷ നൽകണം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്. രാജ്യത്തെ ബാങ്കുകൾ ഈടാക്കുന്ന ചാർജുകളിൽ നിർണായക നിർദ്ദേശവുമായി കേന്ദ്ര ബാങ്കായ RBI. SMS അലർട്ടുകൾക്ക് ചാർജ് ചുമത്തുന്നതിൽ ചില നിയന്ത്രണങ്ങൾ RBI ബാങ്കുകൾക്ക് മുമ്പാകെ മുന്നോട്ട് വെച്ചു എന്നാണ് റിപ്പോർട്ട്. ഇത് മൂലം ബാങ്കുകൾക്ക് 300 കോടിയുടെ നഷ്ടമാണ് ഉണ്ടാവുക. നിയമങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്ന സന്ദേശങ്ങൾ, പ്രചാരണത്തിന് വേണ്ടിയുള്ള SMSകൾ എന്നിവയ്ക്ക് ചാർജ് ഈടാക്കരുതെന്നാണ് RBI നിർദ്ദേശം. ചില സ്വകാര്യ ബാങ്കുകൾ ഇത്തരം സന്ദേശത്തിന് ചാർജ് ഈടാക്കിയിരുന്നു. ഒരു സാമ്പത്തിക പാദത്തിൽ 15 രൂപ മുതൽ 18 രൂപ വരെയാണ് ഈടാക്കിയിരുന്നത്. ഇക്കാര്യത്തിലാണ് RBIയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതിനൊപ്പം മറ്റ് ചില ഇളവുകൾ ബാങ്കുകൾക്ക് RBI നൽകിയിട്ടുണ്ട്. 500 രൂപയിൽ താഴെയുള്ള ഇടപാടുകൾക്ക് ഇനി മുതൽ SMS അയക്കൽ നിർബന്ധമല്ല. ബാങ്കുകൾക്ക് SMSകൾ അയക്കുന്നത് മൂലമുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് RBI ഇളവ് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ചാർജ് ഈടാക്കാനാവില്ല എന്നും രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കുകൾ ഇത്തരം SMS-കൾ അയക്കുന്നത് തുടരുമെന്നാണ് റിപ്പോർട്ട്. അവരുടെ വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ അളവുകോലുകളിലൊന്നാണ് ഇത്തരത്തിലുള്ള SMS-കൾ. അത് തുടർന്നു കൊണ്ടുപോകുമെന്നാണ് മേഖലയിലുള്ള ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.